ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഒരു ടൂറ് പോവാമെന്ന് വെച്ചാൽ ഒരു യാത്ര ഉണ്ട് നമ്മുടെ ഫാമിലിയിലെ ഒരാൾക്ക്. അത് വീഡിയോയിൽ കണ്ടോളൂ. അപ്പം നമ്മുടെ 3 വർഷത്തെ പ്രാർത്ഥനയായിരുന്നു. 3 വർഷമായിട്ട് 2021 മുതൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരെ അതിൻ്റെ പ്രാർത്ഥനയായിരുന്നു. കഴിഞ്ഞ ദിവസം 3 വർഷം കൂടിയുള്ള ആ പ്രാർത്ഥന സാധിച്ചു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം ആദ്യം ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള CSI കോംപ്ലക്സിലുള്ള CSIക്കാരുടെ ഒരു വീട്ടമ്മമാർ നടത്തുന്ന, അതായത് CSIയിലെ വിഡോസ് നടത്തുന്ന ഒരു ഹോട്ടലാണ്. ഭയങ്കര ഫുഡാണ് കേട്ടോ, ഭയങ്കര ഫുഡ്. വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവർ വീട്ടിലുണ്ടാക്കുന്ന പോലെ നല്ല സൂപ്പർ ഫുഡാണ്. അപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഷോപ്പിംഗെന്ന് വെച്ചാൽ യാത്ര പോകുന്ന ആൾക്ക് കുറച്ച് പെട്ടിയും ഡ്രസ്സുകളും അതും ഇതൊക്കെ വാങ്ങിക്കാനായിരുന്നു. ഈ 3 സൂട്ട് കേസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 3-നൂടെ 6000 രൂപ. ഇത് പാമ്പാടിയിൽ 7-ാം മൈലിൽ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ പൊന്നപ്പൻ സിറ്റിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ മതി. പൊന്നപ്പൻ സിറ്റി, അവിടെ ഫെയ ഗാർമെൻറ്റ്സ് എന്നും പറഞ്ഞ് ഒരു കുറേ ഏക്കറിനകത്തിരിക്കുന്ന ഒരു തുണിക്കടയും ഇങ്ങനെ പെട്ടിയും ബാഗുകളും ഒക്കെയുള്ള സർവ്വ സാധനങ്ങളും, ചെരുപ്പും എല്ലാ ഓർണമെൻറ്റ്സ് അങ്ങനെ എല്ലാം ഉള്ള ഒരു കടയാണ്. അപ്പം അത് പാമ്പാടിയിൽ 7-ാം മൈലിൽ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് ഉള്ളിലോട്ട് ഇച്ചിരി കയറണം, ഒരു 1.5 കിലോമീറ്റർ പോകണം. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഫെയ ഗാർമെൻറ്റ്സിൽ പോയി സൂട്ട് കേസൊക്കെ വാങ്ങിച്ചു. പിന്നെ ഡ്രസ്സ് എല്ലാം അവിടുന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ വീട്ടിലിടാനും അങ്ങനെയുള്ള കുറച്ച്, അതും ജാക്കറ്റും ഹുഡീസും അങ്ങനെയുള്ള കുറച്ച് ടീഷർട്ട്, ബർമുഡ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ജോഗർ അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ, അഫോർഡബിളാണ്. എല്ലാ ഐറ്റവും ഉണ്ട്, എല്ലാ ഐറ്റവും. ഒരു യാത്രയ്ക്ക് പോകുന്നതിന് വേണ്ട സർവ്വ കാര്യങ്ങളും അല്ലാതുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ ഓണം സീസൺ കൂടെ ആയതുകൊണ്ട് ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഞങ്ങൾ 3 പേര് പോയി. ഒരാൾക്കേ എടുത്തുള്ളൂ. അയാൾക്ക് ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ലല്ലോ, യാത്ര പോകുന്ന ആൾക്ക് പോരെ. അപ്പോൾ അങ്ങനെ എടുത്തു. എല്ലാം നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വേണ്ടേ, നല്ല മെറ്റീരിയലാണ് കേട്ടോ. എല്ലാം നല്ല നല്ല കോട്ടൺ നല്ല ഡ്രസ്സുകളാണ്. ആരൺ ഇട്ടേക്കുന്നത് കേട്ടോ. ആരൺ ഇട്ടേക്കുന്നതും ആഷറായിട്ടേക്കുന്നതും ഒക്കെ ഇവിടുന്ന് നേരത്തെ എടുത്തതാണ്. ജാനുവരിയിൽ അവിടെ പോയപ്പോൾ എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. 9 മാസം കൂടി. ഞാൻ അവിടുന്ന് അധികം എടുത്തില്ല. ഞാൻ ഈ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ജാനുവരി പോയപ്പോൾ ആഷർ വരണം, കുറച്ച് ടീഷർട്ടും ബർമുഡയും ജോഗറും ഒക്കെ എടുത്തായിരുന്നു. നിങ്ങൾ കോട്ടയത്തുള്ളവരെല്ലാം ഇവിടെ ഒന്ന് ചെല്ലണം കേട്ടോ. ഇത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നും പറഞ്ഞ് കഞ്ഞിക്കുഴിയിൽ ആഷറിനൊക്കെ ഷൂസ് ഉണ്ടായിട്ടിരിക്കുന്ന ഷൂസ് അത് അവിടുന്ന് സെലക്ട് ചെയ്ത് എടുത്തതാണ്. പിന്നെ അവിടെ കുറേ പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തു. ഇത് നമ്മുടെ മലബാർ വില്ലേജ് എന്ന് പറഞ്ഞ കോടിമതയിലുള്ള ബിരിയാണി, അത് ആ റെസ്റ്റോറൻറ്റ്. സൂപ്പർ ബിരിയാണി എന്ന് വെച്ചാൽ സൂപ്പർ ബിരിയാണി. ഒരു ബിരിയാണിക്ക് 280 രൂപ. ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് തികയത്തുപോലില്ല, അതുപോലെ ടേസ്റ്റ്. നൈസ് മസാലയൊക്കെ. ഇത് എയിംഫോർട്ട് എന്ന് പറയുന്ന കോട്ടയത്ത് തിരുനക്കരമ്പലത്തിൻ്റെ പുറയിലായിട്ടുള്ള ഏജൻസിയാണ്. ഒരു 3 വർഷമായെന്ന് തോന്നുന്നു കേട്ടോ ആയിട്ടുള്ളൂ. ഇവർക്ക് പത്തനംതിട്ടയിലാണ് അവരുടെ ഏജൻസി ഉള്ളത്. ഇപ്പോൾ കോട്ടയത്ത് ഒരു ട്രാവൽസും ഒരു ഏജൻസിയും കൂടെ തുടങ്ങിയതാണ്. അപ്പം ആഷർ ഇവിടെ IELTS പഠിച്ചതും ഇവിടെ നിന്നാണ്. ബാക്കി കാര്യം പറയാം, ബാക്കി നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പം ഏകദേശം പിടി കിട്ടിയല്ലോ. പാക്കിങ്ങിലാണ്. അഷറിൻ്റെ 3 വർഷത്തെ ആഗ്രഹം സാഫല്യമായി.
തന്നെ പാക്കിങ്ങൊക്കെയാണ് ഞാൻ കൂടെ ഇരുന്ന് സഹായിക്കുന്നുണ്ട്. കുടംപുളിയാണ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മീൻചട്ടിയുണ്ട്. പുള്ളി നാളെ എന്നോട് ഫസ്റ്റിലെ പറഞ്ഞു പാക്കിങ്ങിൻ്റെ സമയത്ത് 5 ദിവസം 6 ദിവസം കൂടിയ എടുത്ത പാക്കിങ് തീർന്നു. അത് മതി. ഫസ്റ്റിലെ എന്നോട് പറഞ്ഞു എനിക്ക് മീൻചട്ടിയും കുടംപുളിയും വേണം. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും പൊട്ടാതെ ചട്ടിയൊക്കെ അവിടെ ചെയ്തു. ഇത് KR ബേക്കറി, കോട്ടയത്ത് നാവമ്പടുത്തുള്ള KR ബേക്കറിയാണ്. ഓക്സിജൻ്റെ വലിയ ഷോറൂമിൻ്റെ അടുത്ത്. ഇവിടെ ഞങ്ങൾ ജയാസ് വെറൈറ്റി വ്ളോഗ്സിന് വീട്ടിൽ പോകുന്ന ഒരു സ്വീറ്റ്സ് വാങ്ങിക്കാൻ കയറിയതാണ്. നല്ല ഒത്തിരി സ്വീറ്റ്സൊക്കെ കേട്ടോ. നല്ല ഇത് ജയയുടെ വീടിൻ്റെ വാതിക്കലത്തെ ആറിൽ എപ്പോഴും വീഡിയോ കാണിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഇത് ജയയുടെ വീട്ടിൽ പറയാതാണ്, അറിയിക്കാതെ ഞങ്ങൾ ചെന്നത്. സർപ്രൈസാണ്. ചേട്ടൻ വാതിക്കെ നിക്കുവിൻ്റെയും നീലുവിൻ്റെയും പിന്നെ കൂടൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് ഞെട്ടിപ്പോയി. ഞങ്ങളെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ അമ്മയെ കാണാതെ മോൻ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും ജയാൻ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും പറയുമായിരുന്നു പോകുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണണമെന്ന്. എന്തായാലും അവർ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വരുമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ അന്ന് ചെല്ലുമെന്ന് ഒട്ടും അവർ ഓർത്തില്ല കേട്ടോ. അവരാഗ്രഹിച്ചിരുന്നു പോകുന്നതിന് മുമ്പ് മോനെ കാണണമെന്നും ഞങ്ങൾ ചെല്ലണമെന്നും. അതുപോലെ തന്നെ ആഗ്രഹം സാധിച്ചു. ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റി, അവർക്ക് ഞങ്ങളെ കാണാൻ പറ്റി. 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ അവിടുന്ന് ചോറൊക്കെ ഉണ്ട്. പിള്ളേർ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്കും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ 2 മണി കഴിഞ്ഞ് ചെന്നപ്പോൾ എങ്കിൽ പോലും ഞാൻ ജയ എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു ചോറ് വേണമെന്ന്. അതുപോലെ വിശപ്പ് കത്തി നിൽക്കുകയായിരുന്നു. ജയയുടെ നല്ല സൂപ്പർ ചെമ്മീൻ, ഉണക്കച്ചെമ്മീനും മാങ്ങായിട്ട് ചാറുകറിയും നല്ല കിഴങ്ങ് മെഴുക്ക് വരട്ടി. എൻ്റെ പൊന്നോ എന്ത് സൂപ്പറായിരുന്നു അറിയാം. ഞാൻ വയറ് നിറച്ച് കഴിച്ചു. അമ്മയ്ക്ക് എന്നെ സന്തോഷമായിരുന്നു അറിയാം. അമ്മയ്ക്ക് മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പിള്ളേരാ എന്നൊക്കെ പറഞ്ഞ്. ഇത് ജയയുടെ മൂത്ത മോൻ. KS വെറൈറ്റി വ്ളോഗ്സിനെ എല്ലാവർക്കും അറിയരുതോ. ജയയുടെ ചേച്ചി അജിത നായർ. ഇത് മോന് വിസ കൈമാറുന്ന ഒരു വീഡിയോ. കൺഗ്രാജുലേഷൻ എന്നും പറഞ്ഞ് അവർ ഒരു ഇതൊക്കെ ഇട്ടിട്ട് ഷോർട്സൊക്കെ ഇട്ടിട്ട്. ഹായ്, എൻ്റെ പേര് ആശാരിയായിട്ട് മാത്യു. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എബ്രോഡിൽ പോയിട്ട് എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അത് ഡിഗ്രി പോകാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഡിഗ്രിയെല്ലാം കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് ഏജൻസി ത്രൂ ഒക്കെ ഒരുപാട് കൗൺസിലിംഗ് സെഷൻസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഒന്നും അങ്ങോട്ടൊരു റിലയബിൾ ആയിരുന്നു. അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് എനിക്ക് എയ്ഫോർട്ട് ഇന്റർനാഷണൽ റെക്കമെൻഡ് ചെയ്തു. എന്തോ കുറേ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി വളരെ നന്നായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഡീലിങ്സും ഇവിടുത്തെ സാറിൻ്റെ ഇടപെടലും ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അവരാദ്യം തന്നെ എന്നോട് IELTS ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഞാൻ IELTS ഇവിടെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ നല്ല ട്രെയിനിങ് നമുക്ക് തരും. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ എനിക്ക് IELTS ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് നല്ല മാർക്കിൽ തന്നെ IELTS പാസ്സായി, നല്ല സ്കോർ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ തന്നു. എനിക്ക് വളരെ കൺഫ്യൂഷൻ ആയിരുന്നു ഏത് കോഴ്സ് എടുക്കണമെന്ന്, ഏത് കൺട്രിയിൽ പോകണമെന്ന്. അപ്പോൾ എൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് അവരെനിക്ക് നല്ല കോഴ്സസ്, നല്ല കൺട്രീസ് എല്ലാം റെക്കമെൻഡ് ചെയ്ത് തന്നു. അപ്പം അത് വഴിയാണ് ഞാൻ മൗറീഷ്യസ് ത്രൂ ഫ്രാൻസ് ഒരു പാത്വേ കോഴ്സ് ഉണ്ടായിരുന്നു. അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് വളരെ റീസെന്റ് ആയിട്ട് ആണ് അത് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ അതിൽ അപ്ലൈ ചെയ്തു. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നല്ല വർഷമധികം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിലെല്ലാം ഏജൻസി എൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും. ഇപ്പൊ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏജൻസി ആ ടീം എൻ്റെ കൂടെ തന്നെ നിന്ന് എനിക്കെല്ലാം അവർ ക്ലിയർ ചെയ്തു തന്നു. അപ്പൊ അങ്ങനെ തന്നെ ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിൽ എനിക്ക് പോകാനുള്ള എല്ലാം ക്രമീകരിച്ചു തന്നു. എൻ്റെ വിസ വന്നു. അപ്പൊ സെപ്റ്റംബർ 1 ഞാനിപ്പോൾ പോവാണ്. അപ്പം ഞാൻ പോകുന്നത് മൗറീഷ്യസിലോട്ടാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് പോകുന്നത്. MS ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. 2 ഇയർ കോഴ്സാണ്. അപ്പം 1 ഇയർ മൗറീഷ്യസ്, 2nd ഇയർ ഫ്രാൻസിലാണ്. അപ്പം ഫ്രാൻസിലോട്ട് ഒക്കെ പോകാനുള്ള ഒരു പാത്വേ കോഴ്സാണ്. അപ്പം അത് എനിക്ക് വളരെ നന്നായിട്ട് അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്നു. എൻ്റെ വിസ വന്നു. അപ്പം സെപ്റ്റംബർ 1 ഞാൻ പോവാണ്.
അപ്പം എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും ഞാൻ ഈ ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്നു. എയിംഫോർട്ട് ഇന്റർനാഷണൽ വളരെ നല്ലൊരു ഏജൻസിയാണ്. താങ്ക് യു. ഇത് അവർ റിവ്യൂ ചെയ്യിച്ചാണ്. എയിംഫോർട്ട് നല്ല ഏജൻസിയാട്ടോ. അപ്പം എല്ലാവരും എബ്രോഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജൻസിയെ സമീപിക്കുക, എയിംഫോർട്ടിനെ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത് ഞങ്ങളുടെ യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നു. ആഷറിന് 3:15 ഫ്ലൈറ്റ്. ഞായറാഴ്ച രാവിലെ ഞങ്ങൾ യാത്ര ചെയ്തു. 12 മണിക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. 3:15 ഫ്ലൈറ്റ്. സന്തോഷമായിട്ടൊക്കെ അവിടെ ചെന്നു കേട്ടോ. ഓക്കെ. അങ്ങനെ ആഷറിൻ്റെ ഫ്ലൈറ്റ് പോകുന്ന കണ്ടോ. ഇങ്ങനെ കറങ്ങി വന്നിട്ട് പടിഞ്ഞാറോട്ട് ഇങ്ങനെ പൊങ്ങിപ്പോവും. എൻ്റെ പൊന്നോ, ചങ്ക് പൊട്ടുന്ന ഒരു നിമിഷമാണ്. പക്ഷേ 3 വർഷമായിട്ടുള്ള പ്രാർത്ഥനയും ഞങ്ങൾ ഒത്തിരി നിന്നയും പരിഹാസവും ഒക്കെ ഏറ്റതാ. ഒത്തിരി സങ്കടപ്പെട്ടതാ. കരഞ്ഞ് 3 വർഷം കരയാമെന്ന് പറഞ്ഞ് ഓർത്ത് നോക്കി. 3 വർഷം കരയാമെന്ന്. ജീവനില്ലായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയിക്കാത്തതുകൊണ്ട് അപ്പൻ കൂളായിട്ട് നടന്നു. ഞങ്ങൾ ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെ 3 പേരും കൊണ്ട് നടന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു 3 വർഷമായിട്ട്. ഞാൻ എപ്പോഴും പറയത്തില്ലേ ഓരോ പ്രശ്നങ്ങളാണെന്നൊക്കെ. എന്തായാലും അതെല്ലാം മാറി ദൈവം കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ 1-ാം തീയതി ആഷറിനെ അനുഗ്രഹിച്ചു. ഹയർ സ്റ്റഡീസിന് എബ്രോഡിൽ പോകാനായിട്ട് ദൈവം സഹായിച്ചു. മൗറീഷ്യസിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ ഭയങ്കര കീറ്റായിരുന്നു. ഇങ്ങനെ ആ പൊങ്ങി പോകുന്ന സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒച്ചത്തിൽ കരയായിരുന്നു കേട്ടോ. എല്ലാവരും കേട്ടോ, എന്നാലും എനിക്കൊരു വിഷയമില്ല. 1992 തൊട്ടിങ്ങനെയല്ല. അമ്മ ഖത്തറിൽ 1992 പോയി. അന്ന് മുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ചങ്ക് പൊട്ടുന്നൊരു നിമിഷമാണ് ഇത് കേട്ടോ. ഭയങ്കര. ഫ്ലൈറ്റിൽ കയറിയിരുന്നു. കൊച്ചിൻ ടു മുംബൈ, മുംബൈ ടു മൗറീഷ്യസ് ആണ്. അപ്പോൾ അവിടെ എത്തി. ഇതാണ് മോൻ താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പോൾ ഇന്ന് പുറത്തോട്ട് പോയപ്പോൾ എനിക്കിത് അയച്ചു തന്നാൽ. ഇനി ബാക്കിയൊക്കെ കാണിക്കണം. Si vous adressez téléphone, l'on 5 7 1705 5 7 17.
point à la big. Tu vas le tu vas la pista, moi, oui. No, mais la plupart mangi mulki bon Joan. Eh, kasi ang pulo ka tigibit ko yung mga ningugit. Mais est-ce qu'il y a que ça va? Mais, quand tu dis 3 heures,